ആദ്യമായിട്ട് ബ്രൊക്കോളി വാങ്ങി എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. വാങ്ങി കൊണ്ടപ്പോ അതിനുള്ളിലിരിക്കണു ഒരു പുഴു. പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ നേരെ സ്വർഗത്തേക്കായിക്കുള്ള പരിപാടി നോക്കി. അവനടിച്ച് പുറത്തിട്ട് നേരെ RIP പറഞ്ഞ് ടാറ്റു കൊടുത്തു. പിന്നെ എന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചറിഞ്ഞുട്ടാ. ഇവന് ജനിക്കാൻ പോണ 10 ജനറേഷൻ വരെ പുറത്തേക്കാക്കാനുള്ള അടവ് എന്റെ കയ്യിലുണ്ടായിരുന്നുട്ടാ. ഒന്നും നോക്കിയില്ല, കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ടു. എന്റെ സകല പ്രാർത്ഥനാ ശക്തി ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് നേരെ അടച്ചു വെച്ചിട്ടാ. ഞാനിപ്പോ വെക്കാൻ പോണത് സാമ്പാറാണോ സൂപ്പാണോ അതോ പുതിയ ഏതെങ്കിലും ഡിഷാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. രാവിലെ എന്റെ തന്നെ സാമ്പാറും പപ്പടം ചോറും കഴിക്കുന്നുള്ള ആഗ്രഹത്തോടു കൂടിയാ. ഞാൻ വെക്കണോണ്ടാണോ അതോ മറ്റുള്ളവർ എന്റെ ഫുഡ് കഴിച്ചു നോക്കാത്തോണ്ടാണോ അറിയില്ല, എനിക്ക് ഞാൻ വെക്കുന്ന ഫുഡ് നല്ല ഇഷ്ടമാണ് കേട്ടാ. എന്തായാലും കാണാൻ നല്ല കളർഫുൾ ആയിട്ടില്ലേ, എനിക്കത് മതി. ഒരു പക്ഷെ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കായിരുന്നെങ്കിൽ ഞാനിതൊക്കെ ഒരിക്കലും എൻ്റെ ലൈഫിൽ പഠിക്കില്ലായിരുന്നു. പുലർച്ചെ 4 മണിക്ക് എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ചായയും പിടിച്ച് അമ്മയും ഞാനും തല്ലിവിടാറുണ്ട് അടുക്കളയിൽ നിന്നിട്ട്. വേറെ ഒന്നിനല്ല, അരിങ്കലത്തിൻ്റെ അവിടുന്ന് അടുപ്പിൻ്റെ അവിടുന്ന് വരുന്ന ചൂട് കിട്ടാനായിട്ട്. അബ്രോഡ് വന്ന് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ സ്പേസ് എൻ്റെ വീട്ടിലെ അടുക്കളയാണ്. അമ്മ പുലർച്ചെ എൻ്റെ അരിയിടും, ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കും അടുപ്പിൻ്റെ അവിടെ നിന്ന് ചൂട് കൊണ്ടിട്ട്. എന്താ അടിപൊളി ഫീലാണെന്ന് അറിയും. എനിക്ക് ഈ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലെ അടുക്കളയാണ്.